ജൂൺ 9 വിശുദ്ധ എഫ്രൈം സഭാപിതാവ്. 306 മുതൽ 378 വരെ കാലഘട്ടം. സിറിയൻ സഭയിലെ ഏക വേദപാരംഗതനാണ് കവിയും വാഗ്മിയും പരിശുദ്ധാത്മാവിൻ്റെ വീണയുമായ വിശുദ്ധ എഫ്രൈം. അദ്ദേഹം മെസ്സപ്പൊട്ടോമിയയിൽ സിസിബിസിൽ ജനിച്ചു. 18-ാമത്തെ വയസ്സിലാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. കുറേ നാൾ സ്വദേശത്ത് ഉപദേഷ്ടാവായി ജോലി ചെയ്തു. പേർഷ്യൻ രാജാവായ ഷാർപൂർ രണ്ടാമൻ സിസിബസ് പിടിച്ചടക്കിയപ്പോൾ മതമർദ്ദനം ഉണ്ടാകുമെന്ന് ഭയന്ന് എഫ്രൈം ഉൾപ്പെടെ പല ക്രിസ്ത്യാനികളും എദേസയിലേക്ക് പലായനം ചെയ്തു. അവിടുത്തെ വിശുദ്ധ ഗ്രന്ഥ വിദ്യാലയത്തിന് പേരും പെരുമയും വരുത്തിയത് എഫ്രൈമാണ്. അവിടെ വച്ച് ഡീക്കൻ പട്ടം സ്വീകരിച്ചെങ്കിലും പൗരോഹിത്യം സ്വീകരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ എളിമ സമ്മതിച്ചില്ല. പിന്നീട് മെത്രാഭിഷേകത്തിന് ക്ഷണമുണ്ടായപ്പോൾ ഭ്രാന്തഭിനയിച്ചാണ് ആ ബഹുമാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. ഡീക്കൻ എഫ്രൈം വെറും നിലത്ത് കിടന്നാണ് ഉറങ്ങിയിരുന്നത്. രാത്രി ദീർഘമായി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. പല ദിവസവും ഉപവസിച്ചിരുന്നു. വല്ലവരും സ്തുതിച്ച് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം വിയർത്തു കുളിക്കും. ഒരു ദിവസം ഒരു സഹോദരൻ അത്താഴം കൊണ്ടുവന്നപ്പോൾ പാത്രം താഴെ വീണ് ഭക്ഷണം നഷ്ടപ്പെട്ടു. സഹോദരൻ്റെ പരിഭ്രമം കണ്ടിട്ട് എഫ്രൈം പറഞ്ഞു, "അത്താഴം ഇങ്ങോട്ട് വരില്ല, നമുക്ക് പോകാം" എന്ന് പറഞ്ഞ് ഭക്ഷണം വീണ സ്ഥലത്ത് നിന്ന് എടുക്കാവുന്നതെല്ലാം ഭക്ഷിച്ചു. ശുദ്ധമായ സുറിയാനി ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്ന എഫ്രൈം എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ എത്രയും വിശിഷ്ടങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധി സുതരാം സുവിത്തമാക്കുന്നവയാണവ. അന്തിമവിധിയെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കവിത ഡാൻ്റെയ്ക്ക് ഉത്തേജനം നൽകി. വിശുദ്ധൻ്റെ ജീവിതം അനേകരെ പാപപരിഹാരത്തിൽ നിന്ന് അകറ്റി. പാഷണ്ഡികൾ തങ്ങളുടെ അബദ്ധങ്ങൾ പ്രചരിപ്പിക്കാൻ പാട്ടുകൾ എഴുതി തെരുവീതികളിലൂടെ പാടി നടന്നിരുന്നു. എഫ്രൈം ഗാനരൂപത്തിൽ തന്നെ പ്രത്യാഖ്യാനം എഴുതി. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന് അദ്ദേഹത്തിന് പേരുണ്ടായത്. 372 എഫ്രൈം കേസറിയയിൽ പോയി വിശുദ്ധ ബേസിലിൻ്റെ ഒരു പ്രസംഗം ശ്രവിച്ചു. പ്രസംഗത്തിന് ശേഷം ഒരു വ്യാഖ്യാതാവ് വഴി ബേസിൽ ചോദിച്ചു, "താങ്കൾ ക്രിസ്തുവിൻ്റെ ദാസനായ എഫ്രൈം അല്ലേ?" അദ്ദേഹം പ്രതിവചിച്ചു, "സ്വർഗപഥത്തിൽ നിന്ന് വ്യതിചലിച്ച ആ എഫ്രൈമാണ് ഞാൻ." അനന്തരം സ്വരമുയർത്തി കണ്ണുനീരോടെ അദ്ദേഹം പറഞ്ഞു, "പിതാവേ, ഈ നീചപാപിയുടെ മേൽ കൃപയുണ്ടാകണമേ, ഇടുങ്ങിയ വഴിയിൽ കൂടെ എന്നെ നയിക്കുക." 1920 15-ാം ബെനഡിക്ട് മാർപ്പാപ്പ അദ്ദേഹത്തെ സഭാപിതാവായി പ്രഖ്യാപിച്ചു. അഭിഷിക്തരല്ലാത്ത തിരുസഭയിലെ 2 സഭാപിതാക്കന്മാരിൽ ഒരാളാണ് വിശുദ്ധ എഫ്രൈം. വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയിർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. വിചിന്തനം: ജഡികരായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു. ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവപുത്രന്മാർക്ക് പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അടങ്ങിയിരിക്കാനാവില്ല. അവർ തീഷ്ണമതികളായിട്ട് ഇറങ്ങി പ്രവർത്തിക്കും. അതാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ തരം പാഷണ്ഡത ഈ ലോകത്ത് നിലവിൽ വരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അക്രമത്തിൻ്റെ പാതയിലല്ല, സമാധാനത്തിൻ്റെ പാതയിൽ തന്നെ തങ്ങളിൽ ദൈവം നിക്ഷേപിച്ച കഴിവുകൾ ഉപയോഗിച്ച് കവിതകളിലൂടെയും നാടകങ്ങളിലൂടെയും ആ കാലഘട്ടത്തിൻ്റേതായ ഏത് സാഹചര്യമാണോ നമുക്ക് ദൈവം അനുവദിച്ചു തരുന്നത് അതുപയോഗിച്ച് ആ പാഷണ്ഡികളെ അമർച്ച ചെയ്യുവാൻ ഇടയായിത്തീരും. അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ സാധിക്കുന്നു. നമുക്കിന്ന് എല്ലാ തിരക്കുകളിൽ നിന്നും മാറി അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാം. ഹൃദയം ദൈവത്തിന് കൊടുത്തുകൊണ്ട് നമുക്ക് ആലോചിക്കാം, ദൈവം നമ്മിൽ എത്രയധികം വ്യത്യസ്തങ്ങളായ കഴിവുകളാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ കഴിവുകളെല്ലാം ഞാൻ എൻ്റെ ക്രിസ്തുവിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി വിനിയോഗിക്കുമെന്ന് തീരുമാനമെടുക്കുന്നുവോ? എങ്കിൽ വിശുദ്ധ എഫ്രൈമിനെ പോലെ എളിമയോടുകൂടി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും നമുക്ക് ദൈവത്തോട് മാധ്യസ്ഥം തേടാം. വിശുദ്ധ എഫ്രൈമിൻ്റെ പ്രാർത്ഥനകൾ നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ.